ഗൈസ് നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ മാക്ബുക്ക് എയർ M2 എടുത്തു കേട്ടോ. 2022 എഡിഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 256 GB ആണ് നമ്മുടെ വേരിയൻറ്റ് വരുന്നത്. ഏകദേശം കഴിഞ്ഞൊരു 1 വീക്ക് ഞാനത് ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു മാക്ബുക്ക്. ഇത് ജസ്റ്റ് ബോക്സ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇതിനുള്ളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് മാക്ബുക്ക് നമ്മൾ പുറത്തായിരിക്കുന്നത്. സോ നമ്മുടെ ഇതിനുള്ളിൽ വരുന്നത് ഒരു അഡാപ്റ്ററും പിന്നെ അതുപോലെ തന്നെ ഒരു 2 meters ലെങ്ത് വരുന്ന മാക്സ് സേഫിൻ്റെ കേബിളാണ്. അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റി വരുന്ന കേബിളാണ് കേട്ടോ. കാരണം നോർമലി ഐഫോണിൽ വരുന്ന അല്ലെങ്കിൽ ആപ്പിൾ ഫോണുകൾക്ക് കൊടുക്കുന്ന അങ്ങനത്തെ കേബിളല്ല, കുറച്ചുകൂടി ക്വാളിറ്റി ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ അതുപോലെ തന്നെ ഒരു യൂസർ മാനുവലും അവർ തന്നിട്ടുണ്ട്. സോ നമ്മുടെ മാക്ബുക്ക് ഇതാ ഇവിടെ ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതുവരെ എൻ്റെ കാലത്ത് ഉപയോഗിച്ചത് ഞാനൊരു ഇൻറ്റൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആളായിരുന്നു. അത് തന്നെ ഇൻറ്റൽ പെൻറ്റിയം ഗോൾഡ്. അത് 2017-16 ആ ടൈമിൽ വരുന്ന ലെനോയുടെ ഒരു ലാപ്പാണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. ഞാൻ പെർഫെക്റ്റ്ലി ഞാനൊരു മാക്കിലേക്ക് മീൻസ് ഒരു ആപ്പിളിൻ്റെ ഒരു യൂസറായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു മാക്ബുക്ക് മേടിച്ചതിന് ശേഷം. പക്ഷെ കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന ഫോണ് സാംസങ് ആണ്. സോ നമുക്ക് നമ്മുടെ മാക്ബുക്ക് ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം. ഉണ്ടോ, മാക്ബുക്ക് പ്രോ വേരിയൻസിലൊന്നും ഈ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല, കാരണം അത് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട്. ഇത് എയർ ആയതുണ്ടാവും മേ ബി. ഇതിൽ ഇങ്ങനെ ഒരു റോ ഉണ്ട്. ഏകദേശം 1.24 kg ആണ് നമ്മളിതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ പറയാനാണെങ്കിൽ ഞാൻ അത്ര വലിയ എക്സ്പെർട്ടൊന്നുമല്ല, പക്ഷേ ഒരു ഇന്ത്യയിൽ നിന്ന് മാറിയപ്പോൾ എനിക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം കോപ്പി ചെയ്യാനായാലും പേസ്റ്റ് ചെയ്യാനായാലും അങ്ങനത്തെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അതിൻ്റെ കീസും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായി. ഇപ്പം ഇന്ത്യയിൽ പറയുമ്പോൾ Ctrl+C Ctrl+V കൊടുക്കുന്നത്, ഇവിടെ Command+C Command+V എന്നാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ പാർട്സിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഡിസ്പ്ലേ പറയാം. ഡിസ്പ്ലേ ഒന്നൊന്നര ഡിസ്പ്ലേ ആണ്, പക്ക ക്ലാരിറ്റി. ഏകദേശം ഡിസ്പ്ലേ വരുന്നത് ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ ആണ് നമ്മുടെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്പീക്കർ, ഇതിന് ഏകദേശം 4 സ്പീക്കേഴ്സാണ് വരുന്നത്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സാണ് ഇതിലുള്ളത്. ഞാനൊരു ഇൻറ്റൽ യൂസർ ആയിരുന്നു, അതിൻ്റെ അടിയിലാണ് സ്പീക്കർ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. സാധാരണ ലെഫ്റ്റിലും റൈറ്റിലാണ് വരാണെങ്കിലും പക്ഷേ ഇതിന് ഈ ഒരു സെൻട്രൽ സെക്ഷനിലാണ് വരുന്നത്. പിന്നെ മൗസ് പാഡ് ഭയങ്കര സ്മൂത്തി പാഡാണ്. മൗസ് പാഡ് അത്യാവശ്യം ഭയങ്കര വലിയ മൗസ് പാഡാണ്. സാധാരണ ഇന്ത്യയിലൊന്നും ഇത്ര വലുപ്പം ഉണ്ടാവില്ല. ഇന്ത്യയിൽ മാക്സിമം ഒരു കീബോർഡിൻ്റെ ലെങ്ത്തും കൂട്ടി ഈ ഒരു മൗസ് പാഡ് ചെറുതാക്കി വെക്കെങ്കിലും ഇതിൽ അത്യാവശ്യം വലുപ്പമുണ്ട്. എനിക്ക് അധികം ഇതിൻ്റെ ഇന്നർ സെക്ഷനിലേക്ക് ഞാൻ പോയിട്ടില്ല. ഇതാണ് ഒരു ഫ്രഷ് യൂസർ എന്ന നിലയ്ക്ക് എനിക്കിത് പറയാനുള്ളൂ. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്, ഒരു ബാഗാണ്. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു മാക്ബുക്ക് കാരണം ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയി കഴിഞ്ഞാൽ പോയതാണ്. പിന്നെ നമ്മൾ ഈ ഒരു മാക്ബുക്ക് മേടിച്ച സെയിം പൈസ കൊടുക്കേണ്ടി വരും അടുത്ത ഡിസ്പ്ലേക്ക്. എന്തെന്ന് വെച്ചാൽ ആപ്പിൾ കെയർ പ്ലസ് വാറൻറ്റി ഇല്ല, ജസ്റ്റ് ആപ്പിൾ നോർമൽ വാറൻറ്റി ഉള്ളൂ. സോ അത് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമ്മളൊരു ബാഗ് മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്. കാരണം അത്യാവശ്യം നല്ല കട്ടിയുണ്ട് ഈ ഒരു സെക്ഷനിൽ, അപ്പുറവും അതുപോലെ ബോട്ടം സൈഡിൽ. പിന്നെ ഉള്ളിൽ ഭയങ്കര വെൽവെറ്റ് പോലത്തെയാണ്. പക്ഷെ ഒറ്റ നെഗറ്റീവ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയുള്ളത് ഈ ഒരു എൻഡാണ്. ഈ ഒരു സൈഡിൽ ഈ ഒരു സ്പോഞ്ച് ഇല്ല. മേ ബി ബാഗിൽ വെക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കുത്തുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാവുന്നത്. അപ്പോൾ ഈ ഒരു ബാഗ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് നമ്മുടെ ഈ ഒരു മാക്ബുക്കിൽ. അതുപോലെ തന്നെ നമ്മൾ ഒരു കേസ് മേടിച്ചായിരുന്നു. കേസ് നമ്മൾ അപ്പറിലും അതുപോലെ തന്നെ ബോട്ടത്തിലും ഇടാനുള്ളൊരു കേസാണ്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, കാരണം ഇത് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. സാധനം വന്നതും മൊത്തം ഡാമേജ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സെക്ഷനിൽ കീറി പൊളിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് സ്ക്രാച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. കീബോർഡിൻ്റെ ഒരു കവറും, കാരണം നമ്മൾ ഈ ഒരു കീബോർഡിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചെറിയ ഗ്യാപ്സ് ഉള്ളതുകൊണ്ട് അതിലേക്ക് പെട്ടെന്ന് പൊടി വരും. ഈ പൊടിയൊക്കെ വന്നു കഴിഞ്ഞാൽ കീബോർഡൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മളൊരു കീബോർഡിൻ്റെ ഒരു കവറും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവം നമ്മൾ റിട്ടേൺ കൊടുത്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ മാക്ബുക്ക് ഡെയിലി ഒരു യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു സംഭവം ഭയങ്കര യൂസ്ഫുൾ ആവും. കാരണം ഡെയിലി ഒരു സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, കാരണം ഇത് 2 ഫാൻ ഉണ്ട് ഇതിൽ.
അത്യാവശ്യം അപ്പായിട്ട് സാധനം ഇരിക്കും മാക്ബുക്ക്. ഈ 2 ഫാനും USB to USB കണക്ഷനാണ് വരുന്നത്. നമ്മൾ ഓണാക്കിയിട്ട് കാണിച്ചെങ്കിൽ ഈ ഫാൻ കിടന്ന് കറങ്ങും. അതുകൊണ്ട് നമുക്ക് ഹീറ്റിംഗ് മാക്സിമം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയുള്ളൂ ഈ ഒരു ഫിംഗർ പ്രിൻ്റാണ്. കാരണം ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ടോട്ടലി ഫിംഗർ പ്രിൻ്റാണ് ഇതിൽ മേൽ മൊത്തമുള്ളത്. കൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അപ്പോൾ ആടോടെ വീഴും. എൻ്റെ ഡിസ്പ്ലേ വരുന്നത് 13.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതൊരു നെഗറ്റീവാണ് കേട്ടോ, വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട്.